പ്രൊഫറ്റിക് ആക്ഷനുകൾ വിശ്വസിക്കുന്നയാളാണ്. നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല. ഞാൻ നിനക്ക് പ്രാർത്ഥിച്ചത് നിന്റെ ഭരണിയിലെ എണ്ണ ഒരു കാലത്ത് കുറഞ്ഞു പോകും. നീ ഇതുകൊണ്ട് കേറും. 2, ഭൂതങ്ങളുടെ മേലൊരു അധികാരം. ഇത് 2 നിങ്ങൾ കൈകാര്യം ചെയ്യും. നീ കയറി നിൽക്കുമ്പോൾ ഭൂതങ്ങൾ ആ നാട്ടിൽ നിന്ന് അലറിയോടും. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോഴല്ല ദൈവം എന്നെ ഈ ജെയിംസ് എന്നുള്ള പേര് കാണിച്ചു. ജെയിംസ് ഇരുന്നു. Who is this James? എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ് ജെയിംസ്. നിരാശപ്പെടണ്ട. 3 വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ദൈവം തരും. നിങ്ങളുടെ കയ്യിൽ ഒരു വീടിന്റെ താക്കോലിരിക്കുന്ന കർത്താവ് എന്നെ കാണിക്കും. നിങ്ങളുടെ കൈ കിട്ടും. മാമ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ, ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ, ഇങ്ങോട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. എവിടുന്നാ വരുന്നേ? ഹരിപ്പാടൂന്നാണോ വരുന്നേ? ഈ മാവേലിക്കര ഹരിപ്പാട് അവിടുന്നാണോ വരുന്നേ? ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം. ഹരിപ്പാടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഹരിപ്പാടല്ല കാണുന്നത്. എൻ്റെ ഇടയ്ക്കത്തെ ഒരു സ്ഥലമാണ് ഈ മാവേലിക്കരയെന്ന് പോകുമ്പോൾ ഒരു ഇടയ്ക്കത്ത് മാവേലിക്കരയ്ക്ക് ഇടയ്ക്കായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെയാണ് ആ സ്ഥലം കാണുന്നത്. കാരണം ഹരിപ്പാടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ മാവേലിക്കരയ്ക്ക് ഹരിപ്പാടിന് ഒരു കായ എന്താ കവല 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 അങ്ങനെ കവല എന്നിങ്ങനെ കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണി. നിങ്ങൾ വന്നിരിക്കുന്ന ഒരു 2 വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടിക്കാവുന്ന വന്നിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങൾ അല്ലേ? സ്വപ്നം. എൻ്റെ പേര് സ്വപ്ന. ഒറ്റയ്ക്കാണോ വന്നേ? അമ്മാച്ചനും അമ്മാവി. എന്താ പേര്? ജോസഫ്. എൻ്റെ പേര് കണ്ടോണ്ട് ചോദിച്ചതാ. എൻ്റെ പേരെന്തോന്നറിയോ? എൻ്റെ പേരെന്തോന്നറിയോ? എൻ്റെ പേര് ജോസ്. അച്ഛൻ്റെ പേരെന്തുവാ? ജോസഫ്. ജോസഫ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ജോസഫിന്റെ സ്വപ്നമെന്ന് പറയാനാ വന്നത്. പക്ഷെ വന്നത് ജോസഫായിരുന്നു. അതുകൊണ്ട് ആ സ്വപ്നമെന്ന് പറഞ്ഞു. ജോസഫിന്റെ സ്വപ്നം. നിങ്ങളൊരു മരണപ്പെട്ടു പോകേണ്ട ആളാ. ജീവനോടെ ഇരിക്കുന്ന വലിയ അത്ഭുതമാണ്. ജീവനോടെ ഇരിക്കുന്ന വലിയ അത്ഭുതമാണ്. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ വിഷയത്തിന് മേൽ ഇന്നൊരു മറുപടിയെ ദൈവം അയക്കും. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഏലപ്പാറ. രാജേഷ്. ഇരുന്നോ? അവിടെ ഇരുന്നു. സെറ്റാക്കി എടുക്കണം. ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ദൈവം എന്നൊരു മറുപടി തരാൻ പോവാന്ന് പറയാൻ. നിങ്ങളുടെ വീടിൻ്റെ അകത്തുനിന്ന് എന്നൊരു ശാപത്തിൻ്റെ കണിക ദൈവം എടുത്ത് മാറ്റും. എന്ത് ചെയ്താലും സക്സസ് ആകത്തില്ല എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്നത് ഇന്ന് ദൈവം മാറ്റുമെന്ന് പറയുന്നു. പ്രതാപനോട് പറയുന്നു, എന്ത് ചെയ്താലും സക്സസ് ആകത്തില്ല ആ ഒരു മേഖലയിൽ നിൽക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെ എടുത്ത് കളഞ്ഞിട്ട് ഇന്ന് കർത്താവ് നേരിട്ട് നിങ്ങളുടെ അച്ഛനോട് ഇരുന്ന് നേരിട്ട് നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇറങ്ങി വരും. വന്ന വിഷയം പ്രത്യേകിച്ചൊന്ന് അറ്റൻഡ് ചെയ്യാൻ ആദ്യമായിട്ടായോണ്ട് അമ്മാമ പറഞ്ഞപ്പോ ഒന്ന് അറ്റൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഒന്ന് അറ്റൻഡ് ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഗുണകരമായി തോന്നിയോ?
ഗുണകരമാകും. തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അതിൽ ഈ മൂത്തയാളുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ വിഷയമാണ്. മൂത്ത പൈതലുമായി വേണം. എൻ്റെ മുന്നിൽ ഒന്നും തെളിഞ്ഞു വരുന്നില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴെല്ലാം ഈ വസ്തു ഇതെല്ലാം ഞാൻ സെർച്ച് ചെയ്ത് ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ദുഃഖിക്കുന്ന മൂത്തയാളുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിങ്ങളുടെ ഇതുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തൊരു മറുപടിയെ ദൈവം അയക്കും. അതിനകത്ത് ദൈവം ഒരു മറുപടിയെ അയക്കും. ബ്ലാങ്കായി കിടക്കുന്നതൊക്കെ മാറുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു. അതെല്ലാം മാറും, ഒരു മറുപടി അയക്കും. പോയിരുന്നു. രാജേഷ് ബ്രദറെ, നമ്മുടെ പേര് അമ്മിണിയോ? അമ്മിണി എന്നാണോ? അമ്പിളി. നിങ്ങളുടെ പേര് വല്ലോ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നില്ലയോ? ഇല്ലേ? പറഞ്ഞിട്ടില്ല. ഓ കർത്താവിന്റെ കൃപ. രാജേഷ് ബ്രദറെ, നിങ്ങൾക്ക് വീടുണ്ടോ? ഇല്ല. വീടില്ല. വീടിന്റെ താക്കോലെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ? പുള്ളിക്കാരുടെ മുഖത്തൊരു പ്രത്യാശ കാണാഞ്ഞത് കൊണ്ട് ഞാൻ ഓർത്തു വീട് കാണുമെന്ന് ഓർത്ത്. പക്ഷെ വീടില്ലെന്നാ എന്നെ കർത്താവ് കാണിക്കുന്നത്. വീടില്ല. വീട് വേണോ? വീട് വേണം. വേണ്ട. വേണം. ശരി, വീട് കിട്ടുന്ന സ്ഥലം അറിയാം എവിടാന്ന്? ഇല്ല. നമുക്ക് ആ സ്ഥലത്തോട്ട് പോവാം. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് നിങ്ങൾക്കൊരു സ്ഥലം കിട്ടാനായിട്ട് പോകുന്നത്. ഒരു 1 കിലോമീറ്റർ അടുത്ത് ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് വീട് വസ്തു ഉണ്ടായിരുന്നോ മാമേ? കൺഫ്യൂഷൻ പറയരുത്. ലവ് വീഡിയോക്കകത്ത് എടുത്തിട്ട് പറയും കണ്ടോ ഞാൻ പറഞ്ഞ കള്ളത്തരമാന്ന് പറയും. വീടും വസ്തു നഷ്ടപ്പെട്ടു പോയത് ആണോ? അതെ. പാസ്റ്ററെ, ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ, കാര്യത്തിലേക്ക് കടക്കുക. പാസ്റ്റർ ജി, ഒരു മൂവ് നടക്കാൻ പോവാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു പ്രത്യേക വെളിപ്പാടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. വെളിപ്പാടിന്റെ ശുശ്രൂഷയുണ്ട്. പക്ഷെ കത്താൻ പറ്റാത്തവണ്ണം അണഞ്ഞു പോകുന്ന ഒരു അനുഭവം ഇന്ന് ദൈവം തിരിക്കാൻ പോവാന്ന് എന്നോട് പറയാൻ പറഞ്ഞു. കേറി നിൽക്കും, കത്തി വരും, അണഞ്ഞു പോകും. കേറി നിൽക്കും, കത്തി വരും, അണഞ്ഞു പോകും. ആ അവസ്ഥ ഇന്ന് കർത്താവ് മാറ്റാൻ പോവാന്ന് പറയാൻ പറഞ്ഞു. ചതിക്കപ്പെട്ടൊരു കൂട്ടത്തെ കൊണ്ടുപോയതാ നിങ്ങളുടെ കയ്യിൽ നിന്ന്. റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഒരു കൂട്ടത്തെ കൊണ്ടുപോയത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞ ഏലപ്പാറ എന്നാ പറഞ്ഞത്. ഞാൻ ഏലപ്പാറയല്ല കാണുന്നത്. ഏലപ്പാറയിൽ നിന്ന് കുറെ കൂടെ മുന്നോട്ട് പോയിട്ടുള്ള സ്ഥലമാണ് കാണുന്നത്. ഒരു പറഞ്ഞാൽ എല്ലാം മലയായിട്ട് വരും. പക്ഷെ ഇത് മലയെന്ന് ഈ ഏലത്തോട്ടമൊക്കെ ഉള്ളൊരു എന്താ പറഞ്ഞ ഏലത്തോട്ടമുണ്ട്. ഏലത്തോട്ടമുള്ള ഒരു ഏറിയാണ് ഞാൻ കാണുന്നത്. ഒരു ചെറിയ വഴി കൂടെ നടന്നു പോകുന്നത് ഞാൻ കാണുന്നത്. എനിക്കങ്ങനെ സ്ഥലം, ചെറിയ വലിയ ഒരു ഓട്ടോ കയറുന്ന ഒരു വഴി ഉണ്ട്. അതുവഴിയാണോ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്? അങ്ങോട്ടാണോ പോകേണ്ടത്? വീട്ടിലേക്ക് വരട്ടെ? പോകാം. ഞാൻ വന്നാൽ സ്വന്തമായിട്ട് വസ്തു കിട്ടും. അച്ഛാ, നിങ്ങളുടെ ആ കവല ഇല്ലേ? കവല എന്തോ സ്ഥലത്തിന് പേര്? ചെമ്മൺ കവല. കവല കാണിക്കുന്നു. ചെമ്മൺ കവല. ഇത് കമ്പം റൂട്ട് വല്ലോ ആണോ? ഇത് കമ്പത്തേരി, കുമ്പളി അങ്ങനെ പോകും. ആ റൂട്ടാണോ? കമ്പം ബോർഡ് എഴുതി വെച്ചേക്കുന്നുണ്ട്. ആത്മാവില അവിടെ ഇല്ല. അവിടെ ഒരു മയിൽ കുറ്റിയിൽ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര എനിക്ക് കാണാം. ആ റോഡിന്റെ സൈഡിൽ ഒരു മയിൽ, ഇങ്ങനൊരു സാധനം, അതിലാണ്ട് ഒരു 19 എന്നൊരു സംഖ്യയോ അതിലാണ്ട് എഴുതി വെച്ചിരിക്കുന്ന കാണാം. വേറൊന്നും അറിയാവോ? ഓർമ്മയിലുണ്ടോ?
ഉണ്ടോ? ആ അമ്മയുടെ ചോര് ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെനിക്കത് കാണാം. ഞാനതാ കാണുന്നത്. അച്ഛാ, ഞാൻ ഈ ചെമ്മൺ കവലയിലാണ് നിൽക്കുന്നത്. ഇത് വലിയ സിറ്റി എന്നൊന്നും പറയാനില്ല, ചെറിയ ഒരു കവല, വളരെ ചെറിയൊരു കവല. ഒരു താഴ്വരയാണോ ഇത്? അതെ, താഴ്വരയാണ്. കണ്ട റബ്ബർ പോലിരിക്കുന്ന മരങ്ങള്. ആ, മരക്കളും കൂട്ടങ്ങളുള്ള ഏരിയ. ആണോ? ഇങ്ങനെ തിങ്ങി നിൽക്കുക. കാടുകളുള്ള ഏരിയ. നല്ല കാറ്റ്. ഇപ്പൊ ചാറ്റൽ മഴയുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ കൈയൊക്കെ വീശുമ്പോ നല്ല, എന്താ അവര് പറയുന്നേ, നല്ല തണുപ്പ് മഞ്ഞുമായിരുന്നു. ഊട്ടി പോലിരിക്കുന്നത്. ഊട്ടി. കറക്റ്റ്. അതെ. ഞാനിവിടെ നിന്നിട്ട്, എനിക്കിവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം ഞാൻ നിൽക്കുന്നത്, പക്ഷേ ഞാൻ കാണുന്ന ആളുകളെല്ലാം വളരെ പാവം പിടിച്ച ആളുകളാണ്. അതെ, എല്ലാം പാവങ്ങളാണ്. പാവങ്ങളാ കാണുന്നത്, വളരെ പാവം പിടിച്ച ആളുകളും കൂട്ടമായിട്ടൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ നടക്കും. സ്ത്രീകളൊക്കെ ഇവര് തമിഴര് വല്ലതുമാണോ? തമിഴും മലയാളം ചേർന്ന ഏരിയ. രാജേഷ് ബ്രദറെ, ഇവിടുത്തെ ഒരു കുഴപ്പം, ഈ ദേശത്ത് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ റോഡുകളൊക്കെ കാണുമ്പോൾ അങ്ങനെ, ബഹുമാനപ്പെട്ട റിയാസാർ അറിയാൻ, അവിടുത്തെ റോഡ് കൂടെ ഒന്ന് പണി ചെയ്ത് കൊടുക്കണം. എൻ്റെ റിക്വസ്റ്റാണ്. കേരളത്തിലെ റോഡുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ട് കാരണം ഇറക്കം ഇറങ്ങി വരുമ്പോ ഇല്ല, മോശമായിട്ടാണ് കിടക്കുന്നത്. ശരിയാണോ? ശരിയാണ്. ഇറക്കം ഇറങ്ങി വരുമ്പോ മോശമായിട്ട് കിടക്കുന്ന റോഡുകളാണ് കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് ഒരച്ചായിയുടെ കട കാണാം എനിക്ക്. താഴെ പോകുന്ന വഴിക്കുള്ള കടയാണോ അത്? ഒരു അച്ചായിയുടെ കട. അച്ചായി ആന്ന് തോന്നുന്നു അവിടുത്തെ ഒരു പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ, ഒരു 200 ഉള്ള പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ. അതാണോ? അത് തന്നെയല്ലേ? അത് തന്നെ. പുള്ളി എനിക്ക് കാണാം. പുള്ളിയുടെ പേരെന്തോ, ബാബു തങ്കച്ചൻ, പേര് രാജൻ അല്ലേ? പുള്ളി ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. പുള്ളി 1, 2 ഓട്ടോ കിടപ്പുണ്ട് അവിടെ. 2 ഓട്ടോ, 2 ഓട്ടോ, ഡീസൽ ഓട്ടോ 2 എണ്ണം കിടപ്പുണ്ട്. 2 എണ്ണേ ഉള്ളൂ. എനിക്കൊന്ന് വേറെ 2 എണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓട്ടം പോയതാണോ എന്നൊരു സംശയം. 2 എണ്ണേ കിടക്കുന്നതാണെന്നുള്ളൂ. എൻ്റെ ഒരു കറുത്തിട്ട് ചില വണ്ണമുള്ളൊരു മനുഷ്യനുണ്ട് അതിൻ്റെ അകത്ത്, ഒരു ഓട്ടോയിൽ. ഇല്ല, അത് അതിൻ്റെ തിരിപ്പുണ്ട്. ഒരു കാക്കിയൊക്കെ ഇട്ട് അയാൾ അതിൻ്റെ തിരിപ്പുണ്ട്. പത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടവാത്. അതാ എല്ലാവരും രാവിലെ വന്ന് പത്രം നോക്കുന്ന സ്ഥലമാണ് അവിടെ. നമ്മൾ ഈ വഴി കൂടെ പോകേണ്ടത്. ആ വഴിയാണ് പോകേണ്ടത്. ഈ വഴി കൂടെ. അയ്യോ, ഇതെങ്ങനെ പോകും ഇത്? ഇപ്പൊ അല്ല, ഇതിപ്പോ പ്രശ്നം എന്നാ ചോദിച്ചാൽ കോൺക്രീറ്റ് ഇട്ട വഴിയാണോ? അതല്ലോ. വീട്ടങ്ങോട്ട് പോകുമ്പോൾ കോൺക്രീറ്റാ കാണുന്നത്. അതിങ്ങനെ മുന്നോട്ട് പോയി ഒരു കയറ്റമൊക്കെ കയറിയാ പോകുന്നത്. അതല്ലേ വഴി? ഓക്കെ. ഞാൻ ആ വഴി കൂടെ 1 കിലോമീറ്റർ പോകണമല്ലോ നിങ്ങളുടെ വീട്ടിലോട്ട്? 1 കിലോമീറ്റർ. 2 കിലോമീറ്റർ പോകണം. പക്ഷെ ഇത് പകുതി വഴിയേ ഉള്ളൂ കോൺക്രീറ്റ്. അത് കഴിഞ്ഞ് പിന്നെ കോൺക്രീറ്റ് ഒന്നും ഇല്ല. ഇതിന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, ആകെ കൊടാലിയെ കിടക്കുക. ഇതുവഴി നടന്നെങ്ങനാ പോകുന്നത്? ഇപ്പം ഓട്ടോ പിടിക്കാനും വയ്യ, അവന്മാര് വരികയില്ല. ഓട്ടോ വരികയല്ല. അവരെ വിളിച്ച അവന്മാര് വരികയല്ല, വെറുതെ ഇല്ലേ? അവിടെ ഉള്ള 1-2 വണ്ടി മാത്രമേ വരുള്ളൂ, ബാക്കിയൊന്നും വരികയല്ല. അതൊക്കെ നമ്മൾ ഓടണം അല്ലയോ? അതവസ്ഥ. ഞാൻ അവനെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവനെ അരച്ച്, അവന് കണ്ടാലേ അറിയാം അവനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് കണ്ടാലേ അറിയാം. കാരണം കൊടിമരം വെച്ചിരിക്കുന്ന അവിടെ, അതുകൊണ്ട് ചോദിച്ചതാ. CPIM കൊടിമരം ഇരിക്കുന്നു. ഉണ്ട്. വിളിക്കുന്നില്ല, അവിടെ ഇരുന്നോട്ട്.
ഒരുത്തൻ കണ്ട കൊടിമരത്തിന്റെ അപ്പുറത്ത് ചെറിയൊരു തട്ടയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കും ഒരാളിരിക്കും. അതെ, അവിടെ ഈ 2-3 പേരല്ലാതെ ഇരിപ്പുണ്ട്. പണിക്കും വേലയ്ക്കും പോരാത്തമാരാ തോന്നുന്നു. അവിടെ ഉണ്ട് തട്ടയിൽ ഇങ്ങനെ അടുപ്പിച്ചിരിപ്പുണ്ട്. കാവിക്കൈലിയൊക്കെ കൊടുത്ത ഒരു പാർട്ടിയൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർ പറയുന്ന വേണം ഞാൻ പറയാം. യുദ്ധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതൊക്കെ സംസാരിക്കുന്നത്. അതാ 1, 2, 3, 4 പേര് ഇരിപ്പുണ്ട് അവിടെ. ഒരാള് ചാരി നിന്ന് പത്രം വായിക്കുന്നു. ബാക്കി 4 ഇരിപ്പുണ്ട്. കടയിൽ നിന്ന് സോഡയൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കടയുടെ ഫ്രണ്ടിൽ സോഡ ഇരിക്കുന്ന ഭാഗത്ത് ഇരിപ്പുണ്ട്. അതിനകത്തോട്ട് സ്റ്റേഷനറി പോലെ ഒരു കടയായത്. സ്റ്റേഷനറി പോലെ ചെറിയ ചായക്കടയും എല്ലാം കൂടെ ചേർത്തായിരിക്കുന്നത്. കാരണം സോഡ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒരു വളഞ്ഞ ഏത്തക്കാപ്പം ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. രാവിലെ ഇയാൾ എവിടുന്ന് ഒപ്പിച്ചു? പരിപ്പോട ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. പരിപ്പോട എനിക്കൊന്ന് 24 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. അതെല്ലാം അവിടെ ഇരിക്കുന്ന എനിക്ക് കാണാം. നല്ല ചായയാണ്. ഞാൻ ഈ വഴി കയറാൻ പോവാ. ഇനിയിപ്പോൾ ആരെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ജാംബോവാന്റെ കാലത്ത് കൽമതിലുള്ള ഈ വഴി കൂടെ ഞാൻ പോവാ. കറക്റ്റ് ആണോ? ഞാൻ ആ വഴി കൂടെ യാത്ര ചെയ്യുക. ഞാൻ ഇവിടെ ഇങ്ങനെ കേറി ഉള്ളിലൊരു, ഇവിടുന്ന് വലതുവശത്ത് അകത്തൊരു വീടിരിപ്പുണ്ട്. കയറി വരുമ്പോൾ ഉള്ളില് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഓടിട്ടൊരു വീട് കാണാം എനിക്ക്. പഴയ മോഡൽ ഒരു വീട്. ഈ കയറ്റം കയറി ശകലം മുന്നോട്ട് വരുമ്പോൾ വലതുവശത്ത് കാണുന്നൊരു വീട് ഉണ്ട്. കയറ്റം കയറി വലതുവശത്ത് ഇച്ചിരി താഴെയായിരിക്കും. ഓക്കെ ആണല്ലോ? കള്ളത്തരമല്ലല്ലോ? സത്യമാണല്ലോ? ഇടതുവശത്തിരിക്കുന്ന വീട് പൊക്കത്തിലിരിക്കുന്ന വീട്. ഇടതുവശത്തിരിക്കുന്ന വീട് ആണല്ലോ. രണ്ടും മുന്നോട്ട് പോവാ. ഇത് ഞാൻ മുന്നോട്ട് വരുന്തോറും ഇവിടുത്തെ റോഡ് ശോചനീയാവസ്ഥയാണ്. പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. കാര്യങ്ങളിൽ പങ്കുവന്ന ഒരു മാറിക്കൊടുത്തേക്കാം. ഒരു ഹീറോ ഹോണ്ടയുടെ വണ്ടിയുമായിട്ട് ഉടുപ്പില്ലാത്ത ഒരുത്തൻ നേണ്ട് ഇങ്ങനെ വരുന്നത് വഴി. ഉടുപ്പെല്ലാം തുറന്നിട്ടേതാണ്ട് ഒരുത്തം വരുന്നു. ആരാ അത്? ഒരു പ്രായമുള്ളൊരു പാർട്ടി. വേറൊരുത്തൻ നേണ്ട പുല്ല് കാണ്ടതെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നു. പശുവിന് കൊടുക്കാനാ? പശുക്കളുള്ള പുല്ലിങ്ങനെ വെച്ച് കെട്ടി വണ്ടിയെ കൊണ്ടുപോകും. ഇതെങ്ങനെ ഇതുവഴി ഓടിക്കുന്നതാണ് സമ്മതിച്ചു കൊടുക്കണം. എരപ്പിച്ചാ പോകുന്നത്. നമ്മളിവിടെ വാടകയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, ഇതിപ്പോ ഇതാരുടെ വീടായത്? അപ്പന്റെ വീടാണ്. ഓക്കെ. ഞാൻ ഇതിങ്ങനെ മുന്നോട്ട് വന്ന് ഞാൻ ഈ ഒരു 1.5 കിലോമീറ്റർ അടുത്തു. ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ ഉണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട്. ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അടയാളം പറയാം. ഇടയ്ക്ക് ഒരു ഭാഗത്ത് വരുമ്പോൾ ഭയങ്കര തണലും മരക്കൂട്ടവും ഇങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ട്. നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഒത്തിരി മുന്നല്ല. തെളിവ് ചള്ള കിടപ്പുണ്ട്. ചള്ള കെട്ടിക്കിടപ്പുണ്ട്. ശരിയാണോ? ഇവിടെ ചോദിച്ചോ? കറക്റ്റ് ആണ്. കള്ളത്തരവില്ലല്ലോ. ചള്ള. ഞാൻ അടയാളം പറയാൻ കാര്യം ഇങ്ങനെ മരം ഇങ്ങനെ കൂടി നിന്നിട്ട് ഭയങ്കര ഇത് ഈ ഇത്ര സ്ഥലത്ത് ഒരു 5 മണി 6 ഇരുട്ട് ഈ ചീവിടാ നിൽക്കുന്നത്. കാര കിടന്നങ്ങ് ചെവിക്കീഴെ കിടന്നങ്ങ് അലറി വിളിക്കും. ഞാൻ ഈ ചള്ളയൊക്കെ കണ്ട് ചള്ളയൊക്കെ കയറി നമ്മളങ്ങോട്ട് പോകണം. കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന ഏറിയാണോ? ആണോ? വനമാണോ ഇത്? വനവും അതിന്റെ താഴ്ഭാഗം
ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു താഴ്ഭാഗം കൃഷി മേളില് ഒരു ഇതായിട്ടുണ്ട്. മേള് താഴ്ഭാഗം കൃഷി, നമുക്ക് പന്നിയുണ്ട്. ആ ഉണ്ട്. ഏ അതെ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം 5-8 വീടുകളുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതെ. നിങ്ങളുടെ ഏറിയാണോ അത്? നമ്മുടെ ഏരിയ. നിങ്ങളുടെ ഏറിയാണോ? 1, 2, 3, 4, 5ഓളം വീടുകൾ അടുപ്പിച്ചിരിക്കുന്നു. 5 വീട് കറക്റ്റാ. അവിടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. 1, 2, 3 മൂന്നാമത്തെ വീടാണോ നമ്മുടെ വീട്? ആണോ? മൂന്നാമത്തെ വീടാ. മൂന്നാമത്തെ വീടാ. ഒരു പഴയ വീട്. ആ പഴയ വീടാ. പഴയ വീടാ. ഇത് ഫ്രണ്ടൊക്കെ ഇച്ചിരി പണിതിട്ടുണ്ട്. ആ പണിതിട്ടുണ്ട്. കറക്റ്റാ. ആ ഫ്രണ്ട് വശമാണ് പണിതിരിക്കുന്നത്. ടോപ്പ് പണിതാ. ഏതാ? മേക്കൂര മാറ്റിയിട്ട് വാർത്തിട്ടുണ്ട്. വാർത്ത വീടാ ഇത് കാണുന്നത്. കാരണം ഇതിന്റെ ഇപ്പുറത്തിരിക്കുന്ന വീട് വാർത്തതല്ല. അല്ല, അത് ഇപ്പുറത്തിരിക്കുന്ന വീട്. ഇത് നിങ്ങളുടെ വീട് ഈ കൂട്ടത്തില് 2 വീടങ്ങാട്ടെ വാർത്തിട്ടുള്ളല്ലോ ആകെ. അതെ. 2 വീടേ ഉള്ളു വാർപ്പ്. അല്ല വേറെ ആക്കിയല്ല. ഇങ്ങനെ ഷീറ്റാ. ഒരു മുറ്റത്ത് ഇങ്ങനെ, മുറ്റത്താണോ പടുത കെട്ടിയിട്ടുണ്ട്, നീല പടുത കെട്ടിയിരിക്കുന്നത്. അതാരുടെ വീടാ? അത് അനിയന്റെ വീടാണോ? അത് നീല പടുത കെട്ടിയിട്ടിരിക്കുന്നത്. ഓ, പുള്ളി എന്താ പരിപാടി? പപ്പാടെ അനിയന്റെ വീടാണോ ഈ മുറ്റത്ത് നീല പടുത കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങളുടെ പപ്പാടെ അനിയന്റെ വീട് മുറ്റത്തല്ല, സൈഡിലായിട്ട് ഒരു സൈഡിലെ ഒരു നീല പടുത കെട്ടിയിട്ടിരിക്കുന്നു. ചെറിയൊരു വെയിലുള്ളതുകൊണ്ട് ഏണ്ടൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നു അവിടെ. എന്തോ ഏതാ തുണിയായിരിക്കും. അല്ല, ഈ നിലത്ത് പുളിയാന്നോ? പുളി ഉണക്കാൻ. എനിക്ക് ഇവിടുന്ന് കാണാം. ഇത് പക്ഷെ നിങ്ങളുടെ വീട് പുതുക്കിപ്പണമെന്ന് വെച്ചാൽ റിനോവേഷൻ ചെയ്ത വീടാ. ഇരിക്കുന്നിടത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്ത വീടായത്. എന്ന് വെച്ചാൽ മൊത്തം പൊളിച്ചു കളഞ്ഞിട്ടല്ല, റിനോവേഷൻ ചെയ്ത വീടാണ്. കാരണം ഈ പണി കാണുമ്പോൾ അറിയാം. അതിനകത്ത് പെയിന്റൊക്കെ ആരുടെ കലാവിരുതാ? അപ്പാടെ പരിപാടി. മനോഹരമായിരിക്കും. ഇതെന്തോ കളറായത്? ലൈറ്റ് റോസ്. കണ്ടിട്ടൊരു വെള്ളയുടെ എല്ലാം രണ്ടും ചേർന്ന കളറാ, വെള്ളയും. അതാ ഞാൻ ചോദിച്ചത് എന്തോ കളറാന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം ഇതിനകത്ത് തെളിവ് ഞാൻ പറയാം. ദൂരെ നിന്ന് നോക്കിയാൽ വെള്ള കളറ്, വെയിലത്ത് നോക്കിയാൽ ഇളം മഞ്ഞ കളറ്, അടുത്ത് വന്ന റോസ് കളർ, ഇളം റോസ് കളർ. ഇതാണോ ഒപ്പാടെ കരവിരുത? ഓക്കെ ഡൺ. ഈ ഹോളിലാണോ നമ്മുടെ ആരാധന നടക്കുന്നത്? വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നത് ഈ ഹോളിലാ. നിങ്ങളുടെ വാതൊക്കെ നിൽക്കുക. ഞാൻ ഈ ഹോളിൽ ആരാധന 1, 2, 3 മുറിയാന്നോ അത് 2 മുറിയാന്നോ? 1, 2, 3 മുറിയാ അല്ലേ? 3 മുറി കാണാം എനിക്ക്. ഒരെണ്ണം വലിയ മുറിയാ, ഒരു മുറി, ഒരു വലിയ മുറി, ബാക്കി 2 ബെഡ്റൂം, ഒരു ചെറിയ ഹാള്. ചെറുതൊന്നും പറയാനില്ല, വലിയ ഹാളായത്. ഇതെങ്ങനെ ചെറുതാകുന്നത്? അപ്പൊ ചെറുതിന് എന്തോ പറയുന്നേരം. ഇത് അത്യാവശ്യം ഒരു 20-25 പേര് 30 പേർക്ക് സുഖമായിട്ട് ആരാധന. നിങ്ങളുടെ അപ്പൻ പാസ്റ്ററാണോ? അല്ല, അതേ ലുക്ക്. നിങ്ങൾ വല്ല മർത്തോമക്കാരും വല്ലോ ആണോ? CSI കാരാണോ? മർത്തോമക്കാരുടെ എല്ലാ ലുക്കും ഉണ്ടാ. എൻ്റെ അറിവിൽ CSI കാര് ഫോട്ടോയൊന്നും വെക്കുന്ന ആളുകളല്ല, മർത്തോമക്കാർ വെക്കുന്ന ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. സംഭവം മാരാമൺ കൺവെൻഷനാണ് ഇത്രയും ഫോട്ടോയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. അതുപോലൊരു ഫോട്ടോ, അതുകൊണ്ട് ഒരു സംശയത്തിന് കണ്ടിട്ട് ഒരു മർത്തോമ പ്രതീതി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പുള്ളി പ്രാർത്ഥിക്കുന്നയാളാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ആൾ, പ്രാർത്ഥിക്കുന്ന ആൾ, പുള്ളിയുടെ തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നയാളാണ്.
അവിടെ ചോദ്യം. അതെ അതെ. കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. നിങ്ങൾ ചേട്ടനനിയന്മാർ രണ്ടുപേരാണോ? ഞങ്ങൾ 3 പേര്. 3 പേരാണോ ചേട്ടനനിയന്മാർ? ഓക്കെ. അതെ, അമ്മച്ചിയാണോ? അതെ, അമ്മയാ. അടുക്കള വാതിലേക്ക് നാരാണ്ടോട് വർത്താനം പറയുവാണല്ലോ അടുക്കള വാതിക്കലിരുന്ന്. പിള്ളേർ 2 പേരുണ്ട്. പിള്ളേരല്ല, അയലോക്കത്തെ ആരാണ്ടെന്ന് തോന്നുന്നു. കപ്പയാണോ ചക്കയാണോ നുള്ളി പറക്കുന്നുണ്ടോ അവിടെ ഇരുന്ന്? കപ്പയാ ഇഷ്ടമുള്ള ആളാ. അപ്പൊ ഇഷ്ടമുള്ള ആളാ. ആ സാധനം എനിക്കിഷ്ടമല്ല. ലോകമെനക്കേടാ, തിന്നുപോലും ചെയ്യരുത്. അന്നുണ്ടായിരുന്ന ഗന്ധിക്കൂസി ചേരണം, കപ്പയും മീനും തിന്നണം. അതേടാ ലക്ഷറി ഫുഡാ കഴിച്ചത്. പുറകോട്ടുള്ള സ്ഥലം നമ്മുടെയാണോ? ഇട സൈഡിലോട്ട് കിടക്കുന്ന സ്ഥലം നമ്മുടെയാണോ? പുറകോട്ട് കിടക്കുന്ന സ്ഥലം അങ്ങ് വരെ നിങ്ങളുടെയാണോ? അങ്ങ് താഴോളം പോവാ, താഴോട്ട് പോകുന്ന നിങ്ങളുടെ സ്ഥലമാണ്. ഓക്കെ. അതിൻ്റെ അകത്ത് പക്ഷെ വീതം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും ഒന്നും എഴുതി കൊടുത്തില്ല. ഇങ്ങനെ പുള്ളിയുടെ മനസ്സിൽ പുള്ളി ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല. പുള്ളിയുടെ പ്ലാൻ ഞാൻ വേണേ പറഞ്ഞു തരാം. വേണ്ട, കുടുംബകാലം ഉണ്ടാക്കണ്ട. വേണ്ട. അയ്യോ, ഏറ്റവും ഇളയ ആളാരാ? പ്രാർത്ഥിക്കാം. സൈഡിൽ കൂടെ ഒരു വഴിയൊക്കെ കിട്ടും. അതിന്റെ സൈഡിൽ കൂടെ വീട് ഇവിടെ പണിയണോ? വേണ്ട. നമുക്ക് അവിടെ വേണ്ടല്ലോ. വീതമുണ്ട് നിങ്ങൾക്ക്, അവിടെ കിടന്നോട്ടെ. നമ്മളിപ്പുറത്തൂടെ പോവാ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളോടാ ദൂത്. പറഞ്ഞ ദൂതിലേക്ക് തിരിച്ചു കയറുക. പട്ടണത്തിന്റെ നടുക്ക് നിന്നെ ഞാൻ മാനിക്കുമെന്നാണ്. ഇതാ ദൂത്. അങ്ങനല്ലേ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ദൂത. 2, വെട്ടാത്ത കിണറ്റിൽ നിന്ന് നീ കുടിക്കും. 3, എല്ലാ പ്രവാചകന്മാരും നിങ്ങളോട് പറയുന്നു ദൂതായത്. ഒരാള് പക്ഷെ 2026 തുടക്കം ഈ ഏരിയയിലല്ല, ഇതിന് വെളിയിൽ റോഡ് സൈഡിൽ ഒരു 10 സെന്റ് പുരയിടത്തിൽ കല്ലിടും. അച്ഛാ, ഇനി ഇതൂടെ കേട്ടോ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ഹോളും, ഒരു ആരാധന ഹോളും, ഒരു ബോർഡും എല്ലാം നിങ്ങളുടെ കരങ്ങളിലുണ്ടാവും. കൂട്ടത്തിൽ പരാജയപ്പെട്ടവൻ നിങ്ങളെന്ന് പറഞ്ഞെടുത്ത് എന്റെ ദൈവം നിങ്ങളെ ഉയർത്തുന്ന കാണും. നിങ്ങൾ കാണും. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഒരു ചെറിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ആ പ്രശ്നം എന്താണെന്ന് ഇവിടെ വെച്ച് ഞാൻ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ പറയുന്നത്. ഇവിടെ വെച്ച് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ കാണും. പക്ഷെ ഒന്ന് ഞാൻ പറയാം സഹോദരി, ഞാൻ പ്രൊഫറ്റിക് ആക്ഷനുകളിൽ വിശ്വസിക്കുന്നയാളാണ്. നിങ്ങൾ വാ. ഇതാണിപ്പോ പ്രശ്നം. നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല. ഞാൻ നിനക്ക് പ്രാർത്ഥിച്ചത് നിന്റെ ഭരണിയിലെ എണ്ണ ഒരു കാലത്ത് കുറഞ്ഞു പോകും. നീ ഇതുകൊണ്ട് കേറും. ഒരു സ്പോൺസർ നിനക്ക് എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കും. കർത്താവ് കൂടെ ഉണ്ട്. ഒട്ടും പതറാതെ യാത്ര ചെയ്തു. ദൈവം നിന്റെ കൂടെ ഉണ്ട്. 2 മക്കളാണോ? 2 മക്കളാണോ? 2 മക്കളെ കർത്താവിനെ കാണിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസങ്ങൾ. ഒരു മൂവ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ വന്ന് കയറുന്നല്ലേ, പാവങ്ങളാ വന്ന് വരുന്നത്. ഒരു മൂവ്മെന്റ് വന്ന് കയറും. അസാധാരണം. എന്നോട് കർത്താവ് ഒരു പ്രൊഫറ്റിക് റലത്തെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകും. നിങ്ങളുടെ മേൽ അടഞ്ഞു നിൽക്കുന്ന ഒരു പ്രൊഫറ്റിക് റലത്തെ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രൊഫറ്റിക് റലം
രണ്ട് ശുശ്രൂഷ നിങ്ങൾ കൈകാര്യം ചെയ്യും. ഒന്ന് പ്രവാചക ശുശ്രൂഷ, രണ്ട് ഭൂതങ്ങളുടെ മേലൊരു അധികാരം. ഇത് രണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യും. നീ കയറി നിൽക്കുമ്പോൾ ഭൂതങ്ങൾ ആ നാട്ടിൽ നിന്ന് അലറിയോടും. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അസാധാരണമായ ഒരു കൂട്ടത്തെ വഴി നടത്താനുള്ള, ഒരു കൂട്ടത്തെ ചേർത്ത് നിർത്താനുള്ള ദൈവ സാന്നിധ്യത്തിന് നീ എഴുതിയിട്ടോ. ഒട്ടും പതറുകയില്ല സഹോദരി. നിങ്ങൾ ജയിച്ചു കയറാൻ പോവാം. തോറ്റെടുത്ത് നിന്ന് ദൈവം നിങ്ങളെ ജയിപ്പിക്കാൻ പോവാം. ഇനി ഉണ്ടാകത്തില്ലെന്ന് വെല്ലുവിളിച്ചെടുത്ത് ഒരു വിഷയത്തിൽ നീ കൺഫ്യൂഷനായി കിടക്കുക. എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ജോലിയല്ല ശുശ്രൂഷയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ജോലിയല്ല ശുശ്രൂഷയാ. ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഈ ദിവസങ്ങളിൽ ദൈവം അത് നിറയ്ക്കുന്നതാണ്. ഇന്നു മുതൽ അതിനെ റിലീസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജോലിയല്ല, എന്തോ ഉള്ളേ ശുശ്രൂഷയാ. നിങ്ങളുടെ പേര് തന്നിരിക്കുന്ന ശുശ്രൂഷ നിങ്ങൾ, അവൻ എൻ്റെ ഉപനിധി, ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കാൻ അതിന് പൈസ വരും. ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ വരും. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ക്രിസ്തുവിൽ സമ്പന്നതയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിറഞ്ഞുകൂടും. ഈ കയ്യിൽ 2 വാഹനത്തിന്റെ താക്കോല് കയറി വരും. ഈ കയ്യിൽ ഒരു ഓട്ടോയുടെയും വരും, ഒരു കാറിന്റെയും വരും. ഇത് രണ്ടും വരും. ട്രിപ്പ് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്ന രീതിയിൽ ദൈവം അതിൻ്റെ അകത്തൊരു അത്ഭുതം ചെയ്യും. കൂട്ടം ജനം ഇറങ്ങി വരും. കൂട്ടം, മലനിരകളിൽ നിന്ന് കൂട്ടത്തോടെ ജനം ഇറങ്ങി വരും. കർത്താവിനോട് പറയുക, വയറ്റിൽ കൈവച്ചോ, ഒരു അത്ഭുതം നടക്കാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ കുരുക്കുന്ന സകല കുരുക്കുകളെ ബ്രേക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെ ഒരു കുരുക്ക് ഉണ്ടാകരുത്. എല്ലാ ഉദരം സംബന്ധിച്ച് വന്നതിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. കർത്താവിന്റെ കരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രാജേഷ് ബ്രദറെ, ഞാൻ എഴുന്നേൽപ്പിച്ചത് അവരെയാ. ദൂത് പറയാൻ ഞാൻ എഴുന്നേൽപ്പിച്ചത് ആ സിസ്റ്ററെയാ. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുനീര് കണ്ടു. ഞാൻ 2 ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ എഴുതിയിട്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി പൈസ ചോരുകയില്ല. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമുള്ള പൈസ വരെ സക്സസ്സാ. അത് വന്ന് കയറിക്കൊണ്ടിരിക്കും. ഇവിടെ ഞങ്ങളുടെ വിശ്വാസികളോട് ചോദിച്ചാൽ മതി, ഞാൻ ആർക്കെങ്കിലും പൈസ മനസ്സറിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കാരെങ്കിലും മനസ്സറിഞ്ഞ് തന്നിട്ടുണ്ടോ അവരും നിറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോയിരുന്നേ രാജേഷ് ബ്രദറെ. ഇനി ഇവിടോട്ടിരുന്നാൽ മതി. ഇവിടോട്ടിരുന്നു സിസ്റ്റർ, അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.